ഹലോ, വെൽക്കം, ഗുഡ് മോർണിംഗ്. ഇവിടെ 11 മണി 11:30 ഞങ്ങളിന്ന് അനിയൻ്റെ പഴയ വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇന്ത്യൻ ബ്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആ വണ്ടി വിൽക്കാനാട്ടോ. 10,000 dirhams to 9,000 dirhams. നമുക്ക് അതിനകത്തിൽ ബാർഗൈൻ ചെയ്യാം. ഇതിനകത്ത് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടല്ലേ, ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടല്ലേ. ട്രിപ്പ് 1 എത്ര മൈലേജ് കിട്ടി നമുക്ക് ഓരോ ട്രിപ്പിൽ പോയിട്ട്. എനിക്ക് വണ്ടി മൈലേജ് പറയുന്നത് കമ്പനി പറയുന്നത് 20 പക്ഷേ 20 കിട്ടിയിട്ടുണ്ടോ? 20 കിട്ടിയിട്ടുണ്ടോ ഇതിനകത്ത്? എനിക്ക് ഞാൻ നോക്കിയിട്ട് 14, 6, 11, 22 കിട്ടിയിട്ടുണ്ട്. 22. പണ്ട് ബാംഗ്ലൂർ ഒരു പുള്ളിയുടെ കാറ് സ്വിഫ്റ്റാ. അദ്ദേഹം പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് ഞാനത് വിശ്വസിച്ചു. പിന്നെ ഞാനത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലെന്ന് അറിയാം. അങ്ങനല്ല, ആരെയും പറഞ്ഞ വിശ്വാസം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ചിലർ പറയും ചുമ്മാ തള്ളി വിടുകയെന്ന് പറയും. പക്ഷെ അന്ന് നമ്മുടെ പാസ്റ്റർജി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പാസ്റ്റർജി ഞാൻ കാണിച്ചത് ട്രിപ്പ് ഇട്ടിട്ട്. അപ്പം പാസ്റ്റർജി പറഞ്ഞാൽ സൂപ്പർ നല്ല മൈലേജാ, ഞാൻ നാട്ടിൽ പോയാൽ ഇത് തന്നെ എടുക്കാൻ താല്പര്യപ്പെടുന്നു എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട്, വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് മിസ്സാവുന്നതാണ്. ഇത് എർട്ടിഗയാണ്, മാരുതി സുസുക്കിയുടെ. ടൊയോട്ടയുടെ ആണല്ലോ ഇന്നോവ അല്ലേ. സോ മാരുതി സുസുക്കി പിന്നെ എല്ലാത്തിൻ്റെയും വേർഷൻ ഇറക്കുന്നത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷനാണ് ഏത് വണ്ടി ഏത് കമ്പനി എന്നുള്ളത്. ഇന്ന് പറഞ്ഞ പോലെ അളിയൻ്റെ പഴയ വണ്ടി ഏതായിരുന്നു? ടൊയോട്ട യാരിസ് ആണ് കേട്ടോ. ടൊയോട്ട യാരിസ് പഴയ 2009 വെർഷനാണ് അല്ലേ. അപ്പോൾ അത് പണ്ട് എപ്പോഴോ കൊടുക്കാനായിട്ട് നിന്നതാണ്. പിന്നെ ഇതിനച്ചാൻ അത് വെച്ച് പിന്നെ ഓടിക്കാതായി. ഇപ്പം എനിക്കൊന്ന് പൊടിയെല്ലാം പിടിച്ചത് അപ്പം ഇത് ഇതായിട്ട് കിടക്കുക. അപ്പോൾ അതൊന്ന് തിരിഞ്ഞു പോലും പോയി നോക്കിയിട്ടില്ല. അതിൻ്റെ ബാറ്ററി ഡൗൺ ആണ്. അതപ്പോൾ ഇന്നൊന്ന് ജമ്പ് ചെയ്യിച്ചിട്ട് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് അത് നമ്മൾ ഡുബിസിലോ എന്തെങ്കിലും ഇട്ടിട്ട് വിൽക്കാനാണ്. യുഎയിലായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. 2009 ആണ് അതിൻ്റെ സ്പെക്കും. ബേസിക് വേരിയൻ്റ് അല്ലേ? ബേസിക് വേരിയൻ്റ് ആണ്. 2008 മോഡലിനൊക്കെ അവർ 10,000 ഒക്കെ ചോദിക്കുന്നുണ്ട്. 10,000 dirhams ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് 3-3.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി 2.27 ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി 2.27 ഓടിയിട്ടുള്ളൂ. 3-3.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി യാരിസിന് ഡുബിസെല്ല് ഒരു 10,500, 9,500 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നേരിട്ട് ഒന്ന് വണ്ടി കാണാം. അതുമാത്രമല്ല അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാൻ ഞാൻ താഴെ നമ്പർ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ആ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പാർക്ക് ചെയ്തിരിക്കുന്ന ഈ താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത് തന്നെ അത് നിതിനച്ചാൻ്റെ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയുടെയൊക്കെ ആ ഒരു ഏരിയയിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ചെല്ലുക, വണ്ടി ജമ്പ് ചെയ്യുക, സ്റ്റാർട്ടാക്കുക, നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക. അവിടെ നിന്ന് ബാറ്ററി ഫിക്സ് ചെയ്യുക, പെട്രോൾ കൊണ്ടുപോവുക. അതിന് പെട്രോൾ ഇരിക്കണം അല്ലേ? പെട്രോൾ ചുമ്മാ കിടക്കുമല്ലേ? അപ്പോൾ അത് ഉണ്ടോ? ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ വഴിനടുക്ക് വണ്ടി ഡൗണായി കിടക്കുന്നു, അളിയനെ തൊന്തുന്നു, ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നു. പോലീസ് നോക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ടോയ് വണ്ടിയൊക്കെ കയറി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ഒന്നുമില്ല, പെട്രോൾ തീർന്നതിനാ. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെയാണ് വീഡിയോ ചെയ്യാനായിട്ടുണ്ട്. ഈ വണ്ടിയാണ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് യാരിസിലേക്ക് വന്നു. യാരിസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെയാണ് കേട്ടോ. ചേച്ചിയൊക്കെ താമസിക്കുന്നത് തൊട്ടപ്പുറത്താണ്. പൊടിയൊക്കെ പിടിച്ച് കിടക്കുക. പൊടിയൊക്കെ ഉണ്ട്. അത് പിന്നെ വണ്ടി കുറച്ച് കാലം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ഒരു ടൊയോട്ടയുടെ വണ്ടി കിടക്കുന്നത്, വേറെ വണ്ടി നമുക്ക് കൊടുക്കില്ല. ഇത് ഇവിടെ ഇങ്ങനെ പൊടി പിടിച്ചിടക്കാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഒന്ന് ജസ്റ്റ് കളർ ഫെയ്ഡ് ആയിട്ടുണ്ടെന്നുള്ളൂ. അതും ടച്ചപ്പ് വേണമെങ്കിൽ നമുക്കതും ചെയ്യാവുന്നതേ ഉള്ളൂ. വണ്ടി പക്ക കണ്ടീഷനാണ്, പുത്തൻ പോലെ നമുക്ക് ഓടിക്കാൻ. 2009 തൊട്ട് 2025 വരെ ആയില്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു, ആ പൊട്ടലും നമുക്കത് റെഡിയാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഭാവിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വണ്ടികൾ കേട്ടോ ഈ വണ്ടി. ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ജമ്പ് ചെയ്യുന്നത് കാണാം, വണ്ടി എങ്ങനെയാണ്
ഇഞ്ചൻ എത്തിക്കുന്നതും എങ്ങനെയാണ് വണ്ടി പുഷ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ഇതാണ് ഇപ്പോൾ അടി ഉപയോഗിക്കുന്ന വണ്ടി. അല്ലെങ്കിൽ ഭയങ്കര ബിസിനസ് മാഗ്നറ്റ് കേട്ടോ, പൊഡീഷൻ. അതുകൊണ്ട് പിന്നെ നാളെ ഏത് വണ്ടി എടുക്കണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് എടുക്കാവുന്നേ ഉള്ളൂ, ബാങ്കുകാർ കഴിഞ്ഞാൽ. ഇവിടെ എല്ലാവരും മിക്കവാറും ആൾക്കാരെ ലോണാണ് കേട്ടോ. അതാകുമ്പം അവർക്ക് മന്ത്ലി പേ ചെയ്ത് അടച്ചാൽ മതിയല്ലോ. നമുക്കത് ജന്തി വെപ്പിക്കുന്നത് കാണാം. ഇവിടെ ബാറ്ററിയിൽ കണക്ട് ചെയ്തു, അവിടെ നിന്ന് നേരെ ഇവിടെ ഈ വണ്ടിയിൽ കണക്ട് ചെയ്തു. അത് റേസ് ചെയ്യണം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം. വായും തുറന്ന് രണ്ടുപേര് തിമിംഗലത്തെ പോലെ ഇരിക്കുന്നുണ്ടോ, ഇവിടുന്ന് ഇവിടുന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഏരിയ. ഈ ഏരിയയിലാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നല്ല ഇഷ്ടംപോലെ ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയ വീടുണ്ട്. എന്ത് വീടാണോ വീടായിരിക്കും കേട്ടോ. അങ്ങോട്ടൊന്നും കയറി അവരുടെ പ്രൈവസിയിലോട്ട് കയറി കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് പണിത് വരുന്നേ ഉള്ളൂ. ഗേറ്റ് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് പൂട്ടിയിരിക്കുന്ന പോലെ തോന്നും. പ്ലാസ്റ്റിക് കൂട്ടി അഴുക്കാവാതിരിക്കാൻ പറ്റും. എനിക്കൊന്നും ഇപ്പോൾ പുതിയതായിട്ട് പണിത് വീടാണ്. പാലുകാച്ചലൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എനിക്കിഷ്ടം വേറൊന്നുമല്ല, നമുക്ക് സുഖമായിട്ട് സ്മൂത്തായിട്ട് നടക്കാൻ പറ്റും. ആരുടെയും ശല്യമോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഈ വീട്ടിലാണ് ചേച്ചി, അച്ഛൻ്റെ ചേച്ചിയൊക്കെ താമസിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നു. അതിനിടയ്ക്ക് ടൊയോട്ട യാരിസ് ഉണ്ട്, മാരുതി സുസുക്കിയുടെ ഉണ്ട്. വണ്ടി സ്റ്റാർട്ടായിട്ടോ. ഷാർജ രജിസ്ട്രേഷനാണ്, ഇത് ദുബായ് രജിസ്ട്രേഷനാണ്. കിയയുടെ വണ്ടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കിയയുടെ വണ്ടിയൊന്നും നമ്മുടെ നാട്ടിൽ ഈ വണ്ടികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് കിയയുടെ വണ്ടിയാണ്. ഇത് സെറാട്ടോ എന്ന് പറയുന്ന കിയയുടെ വണ്ടിയാണ് കേട്ടോ. സെറാട്ടോ കിയയുടെ വണ്ടിയാണ്. ഇവിടെ ടൊയോട്ടയുടെ വണ്ടിയുണ്ട്. ഇതും യാരിസാണ്. ഇത് വേറൊരു യാരിസ് മോഡൽ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും ടൊയോട്ടയുണ്ട്. ടൊയോട്ട ഇതും യാരിസാണ്. നമ്മുടെ നാട്ടിലെ ആപ്പോ വണ്ടിയാണ്. കുരിശൊക്കെ അതിനകത്ത് തൂക്കി കിടക്കുന്നത്. ഇത് ടൊയോട്ട യാരിസാണ്. ഇത് ദുബായ് രജിസ്ട്രേഷനാണ്. ഇത് ഹുണ്ടയുടെ വണ്ടിയാണ്. ഹുണ്ടയെന്ന് തന്നെയാണെന്ന് തോന്നുന്നു പറയുന്നത്. ഹുണ്ടൈ അല്ല, അത് നിസാൻ സണ്ണിയാണെന്ന് തോന്നുന്നു. നിസാൻ സണ്ണിയാണ്. നല്ല കാമൻ കൂൾ ഏരിയ ആണ്. ഇത് ഷാർജ രജിസ്ട്രേഷനാണ് വണ്ടി. ഇത് ഹുണ്ടൈ. ഇതൊക്കെ ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട്. അവിടെ മിസ്റ്റുബിഷി ഉണ്ട്, നിസാൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അവിടെ എല്ലാം ഹുണ്ടയും ടൊയോട്ടയൊക്കെയാണ്. ടൊയോട്ട കൂടുതലാണ്. ഇത് ജീപ്പാണ്. ആ വണ്ടി അല്ലെങ്കിൽ സ്റ്റാർട്ടാക്കിയത് തോന്നുന്നു. ഈ വണ്ടിയുടെ സ്പെക്കൊക്കെ അളിയൻ പറഞ്ഞു തരും കേട്ടോ. ഇത് ഓട്ടോമാറ്റിക്കാണ്. അതിനകത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ജമ്പറും വയറും ഒക്കെ ഉണ്ട്. നെപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. വല്ലാത്തൊരു ഫീല് ആണ്. വലിയ വണ്ടി കയറി നിന്നിട്ട് ഏറ്റവും ചെറിയ വണ്ടിയിലോട്ട് കയറിയപ്പോൾ ഒരു പുച്ഛം. അപ്പോൾ അത് ബ്രേക്ക് പാഡൊക്കെ. ഇന്ന് നമ്മൾ ഈ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. ഇന്ന് തന്നെ ശരിയാക്കുമോ? വാഷ് ചെയ്യണം. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ബാറ്ററി മാറ്റണം. ഇന്ന് ബാറ്ററി മാറ്റിയിട്ട് ബാറ്ററി ഡൗൺ ആയി കിടക്കുമല്ലോ. അപ്പം ബാറ്ററി ഫസ്റ്റ് നമ്മൾ ബാറ്ററി മാറ്റി വാഷ് ചെയ്ത് റെഡി. ആക്ച്വലി വണ്ടി ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വർക്ക്ഷോപ്പല്ല, പുള്ളിക്കാരന് പാകിസ്ഥാനിൽ പോയിരിക്കുക. അപ്പം ഇത് നേരെയാക്കണം. വേണ്ട, അത് കറക്റ്റാണ്. ഒന്ന് കഴിഞ്ഞ ദിവസം നിദ്രച്ചാൻ ഇതിൻ്റെ ബാറ്ററി മാറ്റാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാരെയൊക്കെ വിളിക്കുകയും ലൊക്കേഷൻ കിട്ടാനൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കുറേ ഡിലേ ആയിട്ടാണ് കിട്ടിയത്. ഇന്ന് നമ്മൾ ആ ലൊക്കേഷൻ എവിടെയാണെന്നും എന്താണ് അവിടുത്തെ ബാറ്ററി കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പം കുറേ ആളുകൾക്ക് അതൊരു ഉപകാരപ്പെടുമല്ലോ. കാരണം ഇവിടെ വണ്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നമുക്കിവിടെ റോഡിൽ ഇറങ്ങിയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. ഏതിനാണ് ഫൈൻ കിട്ടാത്തത്? ബ്രേക്ക് ഡൗൺ ആയാൽ കുഴപ്പമില്ല. ഫ്യൂവല്, ടയർ ഇതിനൊക്കെ വന്ന് ബ്രേക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫൈൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ അറ്റകുറ്റപ്പണികളൊന്നും ഇല്ല. ഫെയ്ഡ് ആയിട്ടുണ്ട്. അത് കാരണം ഇവിടുത്തെ ചൂട് കാരണമാണ്. സ്റ്റെപ്പ് ചെയ്യാനും
ഫുള്ള് പെയിന്റ് അടിക്കുന്നതായിരിക്കും ബെറ്റർ. 1200 ദിർഹംസ് ചിലവാകും. ഇത് നമ്മൾ അഡ്നോക്കിൻ്റെ ഒരു ഒയാസിസ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സ്ട്രീറ്റ് ആണ്. അവിടെ നിന്ന് സ്ട്രീറ്റ് 69 എന്ന് പറയുന്ന അതിലേക്ക് ഇതൊന്ന് റൈറ്റ് എടുക്കണം. ഇന്ന് മൊത്തം വഴിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടുന്ന് ടുവേർഡ്സ് സ്ട്രീറ്റ് 69 ആണിത്. നല്ല വഴിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ബംഗാളിലെത്തിയ പോലെയുണ്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ വഴികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴികളൊക്കെ അവർ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അപ്പോൾ അതിൻ്റെതായ ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കാസ്കേഡ് മറൈൻ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ വെയർ ഹൗസ് ഉണ്ടാവും. ആ വെയർ ഹൗസ് അൽ ഖബീർ. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുക. അൽ ഖബീറിൻ്റെ ഒരു വലിയ ട്രെയിലർ എടുക്കുന്നുണ്ടോ ഫുഡ്. അവർ മറ്റേ ഇത് വെച്ചിട്ട് ഗേറ്റ് കാണും. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നിട്ട് നേരെ സ്ട്രെയിറ്റ് അങ്ങ് അവസാനം ചെന്നിട്ട് അവിടുന്ന് റൈറ്റ് പോകണം. ഒരു ചെറിയ ഹമ്പുണ്ട്. GMC, മെഴ്സഡീസ്, ലെക്സസ്. ഓ മൈ ഗോഡ്. വരുന്ന ആൾ നമ്മളെടുക്കും. പാലിസൈഡ് അല്ല, അടുത്ത റൈറ്റ്. ഇവിടെ നിന്ന് അടുത്ത റൈറ്റ് ആണ്. ഇവിടെ അല്ല, അപ്പുറത്ത് ഈ റൈറ്റ്, ഫ്രണ്ടിലേക്കുള്ള റൈറ്റ്. ഇവിടെ ചെറിയ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചായക്കടകൾ, ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ നമ്മൾ റൈറ്റ് എടുത്തു. ഇത് സ്ട്രീറ്റ് 69 എന്നാണ് പറയുന്നത് കേട്ടോ. റോയൽ അലയൻസ് സ്റ്റീൽ ട്യൂബ്സ് അതുണ്ട്. പിന്നെ സിറ്റി പ്രിൻസ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് എവിടെയുണ്ട്. ഇതൊക്കെ വർക്ക്ഷോപ്പിന്റെ ഏരിയാസ് ആണ്. ഇവിടെ നിന്ന് വലിയ ട്രക്കൊക്കെ പോകുന്നുണ്ട്. ട്രക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ട്രക്കൊക്കെ എടുക്കുന്നത്. ഇവിടുന്ന് ചെറിയൊരു റൈറ്റ് എടുത്തിട്ട് അടുത്ത റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് എടുക്കുക. അങ്ങനെയാണോ? യൂസ്ഡ് കാർസ്. മൈ ഗോഡ്, മിനി കൂപ്പറൊക്കെ കിടക്കുന്നുണ്ടോ യൂസ്ഡ് കാർസിൽ. നിങ്ങൾ ഇനിയും വരുന്ന വീഡിയോ അല്ല, കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാർക്ക് എടുക്കുന്നതും ലൈസൻസ് എടുക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാം. ഇവിടുന്ന് ലെഫ്റ്റാണ്. ലെഫ്റ്റ് പോകുന്നത് അൽ അറൂജ് റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് 300 മീറ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് യൂസ്ഡ് ഓട്ടോ സെൻ്ററാണ്. ഇവിടെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഖലീജ് അദാൻ യൂസ്ഡ് കാർസ് ഇവിടെ ഉണ്ട്. ഇവിടെ BMഉം ടൊയോട്ടയും നിസാനും ക്യാമറിയും ഒക്കെയാണ് കിടക്കുന്നത്. ക്യാമറയൊക്കെ നല്ല അടിപൊളി സ്മൂത്ത് വണ്ടി കേട്ടോ. വലിയ ലെങ്തി വണ്ടിയാണെങ്കിലും ഗൾഫ് ഫറസ് എന്ന് പറയുന്ന ഷംസ് അൽ ലഹായ എന്ന് പറയുന്ന ഓട്ടോ. ഇതൊക്കെ ലെഫ്റ്റ് അല്ലേ? ഇവിടെ നിന്ന് ലെഫ്റ്റ് സ്ട്രീറ്റ്. ഇവിടെ നിന്ന് സ്ട്രീറ്റ് 15 വന്നു. സ്ട്രീറ്റ് 15 നമ്മൾ വാദി അൽ ഖാൻ, അസൂഖ് ബാദ്, അബ്രാജ് സല എന്നൊക്കെ പറയുന്നൊരു ഷോപ്പുണ്ട്. സസ്കോ TY. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ജീപ്പിൻ്റെ പുതിയ മോഡലാട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചൊരു റെഡ് പുതിയ മോഡലല്ല, ഇവിടുത്തെ ഉള്ളൊരു മോഡലാണ്. ഇതാണ് ഹൂമത്ത് അൽസുറ ഓട്ടോ. ഇതാണോ? ഇതാണ് കേട്ടോ ഷോപ്പ്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ജോർജിയ ഓപ്ഷൻസ് യൂസ്ഡ് കാർ. ഇവിടെ ഓപ്ഷൻസിൽ എടുക്കുന്ന കാർസാണ് കേട്ടോ. ഓപ്ഷൻസ് ആൻഡ് യൂസ്ഡ് കാർ. ഇവിടെ അതുമുണ്ട്, ഓപ്ഷൻസും ഉണ്ട്, യൂസ്ഡ് കാർസും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ബാറ്ററിയുടെ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ട് മാറാനുള്ള പരിപാടിയിലേക്ക് പോകട്ടോ. അപ്പോൾ ഇവിടുത്തെ പയ്യൻ ബാറ്ററി മാറുന്നുണ്ട്. ഇതിന് 110 ദിർഹംസാണ് ഈ ബാറ്ററിയുടെ പുതിയ ബാറ്ററി കൊണ്ട് പറഞ്ഞത്. 110 ദിർഹംസിൽ നമ്മളത് സംസാരിച്ചൊരു 90-95 ദിർഹംസോളം എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്ററിയുടെ കൊടുത്ത്. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പഴയ ബാറ്ററി ഇവർക്ക് കൊടുത്തിട്ടാണ് ആ പൈസയ്ക്ക് ബാറ്ററി ഇങ്ങോട്ട് എടുക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുമോ?
ഇനി ബാറ്ററി ഒക്കെ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ ബാറ്ററി മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാ സ്പെയർ പാർട്സുകളും ഇവിടെ ലഭിക്കും. ഇത് മറ്റേ നമ്മുടെ നാട്ടിൽ ചെറിയ ഷോപ്പുകളും ഇവിടെ ബാറ്ററിയും ഓയിലും എന്ന് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും, ലൂപ്പുകളും ബ്രേക്ക് പാർട്സുകളും എല്ലാം കിട്ടും. അപ്പോൾ അത് ലൂബ് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ഉണ്ടെന്ന്. ബാറ്ററി ഒക്കെ മാറിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. നല്ല ബാറ്ററി അല്ലേ അറിയാം? ഇവിടെ ഏത് കമ്പനി ബാറ്ററി വെച്ചാലും ചൈനീസ് ബാറ്ററി വെച്ചാലും ഇവിടെ 1 year വാറണ്ടി ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ 250 രൂപയുടെ ബാറ്ററി വെച്ചാലും 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ഇവിടെ ഇതാകും, പോവും. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാറ്ററി നമ്മൾ എത്ര വില കൂടി വെച്ചാലും ഒരു 1 year കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനെപ്പറ്റി അധികാരമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു ചെറിയ നോളജ് വെച്ച് പറയുകയാണെങ്കിൽ ചൂട് കൊണ്ട് ബാറ്ററിയുടെ ഇതാവുന്നതാണ്. ഓക്കെ, ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ഇഷ്യൂ കൊണ്ട് വരുന്നതാണ്. ചില ചൂട് കാരണം ചിലപ്പോൾ ബാറ്ററി പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ കേസ് കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അത് വളരെ കുറവാണ്. ഇവിടെ ഈ ഒരു വലിയ ട്രെയിലർ അവിടെ നിന്ന് തിരിക്കാൻ പെട്ട പാട്, അവിടുന്ന് അൽഖാസി ഓട്ടോ സ്പെയർ പാർട്സ്, അത് ഒന്നും അവരുടെ അല്ല. എന്നാൽ ഇതുപോലെ ഈ ഒരു ചെറിയ വഴിയിലും ഇത്രയും ട്രാഫിക് കേട്ടോ, അവിടെ തിരിയാൻ വേണ്ടിയൊക്കെ ഉള്ളതാണ്. ഇത് എത്തിസലാത്തിൻ്റെ ഓഫീസാണ്. എത്തിസലാത്തിൻ്റെ ഓഫീസാട്ടോ ഇവിടുത്തെ. അപ്പോൾ ഈ ഏരിയ മുഴുവൻ ഇങ്ങനെ ഉള്ള സ്പെയർ പാർട്സും ഒക്കെ ആയിട്ടുള്ളതാണ്. വർക്ക്ഷോപ്പുകളുടെ ഒക്കെ ആയിട്ടുള്ള സെൻറ്റേഴ്സാണ്. ഒത്തിരിയധികം കാറുകളും എൻജിൻസും ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ആ കാണിച്ച ജോർജിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടേക്കാം. ജോർജിയ യൂസ്ഡ് കാർസ് എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ 2 സെക്ഷനായിട്ടാണ്. ഒന്ന് ചെറിയ വണ്ടികളുടെ മിക്സ് ആയിട്ടുള്ളത്, വലിയും ചെറുതുമായിട്ടുള്ള വണ്ടി മിക്സ് ആയിട്ടുള്ളത്. തൊട്ടപ്പുറത്തുള്ളതിനകത്തുള്ള ഫുള്ള് GMCയും ജീപ്പിൻ്റെയും റേഞ്ച് റോവേഴ്സ്, ലാൻഡ് റോവേഴ്സിൻ്റെ ഒക്കെ ബിഗ് വേരിയൻറ്റ് മോഡൽസ് ആണുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അടുത്ത് എന്താണെന്നുള്ളത് ഞാൻ പറയട്ടെ, നമുക്ക് അതുപോലെ മൂവ് ചെയ്യാം. രാവിലത്തെ ട്രാഫിക്ക്. അപ്പം ഇത്രേ വീഡിയോ ഉള്ളൂ. അടുത്ത വീഡിയോ ഞാൻ എവിടെ നിന്ന് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നടത്തില്ല. ഇതിനകത്തുള്ള ബാറ്ററി കുറച്ച് കുറവാണ്, 9% ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഇതൊക്കെ ട്രാഫിക്കിൽ കുത്തിക്കേറ്റ വണ്ടി റോങ് പാർക്കിംഗ് ആണ് ചെയ്യുന്നത്. ഇവരൊക്കെ റോങ് പാർക്കിംഗ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. സൈഡ് ഇട്ടിട്ട് പോയിരിക്കും. നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ എല്ലാം ശരിയാക്കി ബാറ്ററിയൊക്കെ ഇട്ടിട്ട് നേരെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. ആ ബോക്സ് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ വന്നിട്ട് ഇതിനകത്തിൽ ഷാർജ ചാരിറ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്നതാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ക്ലോത്ത്സ്, ടെക്സ്റ്റൈൽസ്, ഷൂസ്, ബാഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യക്കാരിലേക്ക് ചെല്ലും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ. ഇന്ത്യൻ പിക്സിൻ്റെ പുതിയ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ആളുകളിലേക്കൊക്കെ എത്തിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.